പാകിസ്ഥാൻ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം അവരുടെ രാജ്യത്ത് തുടർച്ചയായി തന്നെ അജ്ഞാതന്റെ ആക്രമണത്തിൽ അവർ സംരക്ഷിച്ചു പോകുന്ന വളർത്തിയെടുക്കുന്ന ഭീകരവാദികൾ കൊല്ലപ്പെടുകയാണല്ലോ. അതുകൊണ്ട് അവർക്ക് അജ്ഞാതനെ കണ്ടുപിടിക്കാൻ കഴിയുമോ? അജ്ഞാതനെ ഇന്നത്തെ നിലയ്ക്ക് അവർക്ക് കണ്ടെത്താൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അജ്ഞാതൻ്റെ വിളയാട്ടം ഇന്നും ഇന്നലെയും മെനങ്ങാന്നുമല്ല തുടങ്ങിയിട്ട് ഏതാണ്ട് മാസങ്ങളും വർഷവുമാകുന്നു. നിരവധി ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടത്. പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ ലഷ്കർ ഇ തോയ്ബയുടെയും ഈ പറയുന്നത് പോലെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ അങ്ങനെയുള്ള ഭീകര സംഘടനകളുടെ പ്രമുഖരായ തലപ്പത്തിരിക്കുന്നതെന്ന് തന്നെ പറയാം. അവരുടെ ഓപ്പറേഷൻസ് നിയന്ത്രിക്കുന്ന, അറ്റാക്കുകൾ സംഘടിപ്പിക്കുന്ന, പ്രത്യേകിച്ചും ചാവേർ ആക്രമണങ്ങൾ പോലെയുള്ളത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന, നമുക്കറിയാമല്ലോ മുംബൈ അറ്റാക്ക് ഉൾപ്പെടെയുള്ളവർ ചെയ്തു കൂട്ടിയ ആ ക്രൂരരായ രക്തദാഹികളായ കൊലയാളികളാണ് കൊല്ലപ്പെടുന്നത്. അവരെ കൊന്നത് ആരാണ് എന്ന് ഈ മരണത്തിലൂടെ ഒരു കാര്യം വ്യക്തമാകും. പണ്ട് ഇന്ത്യ പറഞ്ഞിരുന്ന കാര്യമാണ്, ഈ പാകിസ്ഥാനിലാണ് ഈ ഭീകരവാദികൾ മുഴുവൻ ഒളിച്ചിരിക്കുന്നത്, അവർക്ക് സംരക്ഷണം നൽകുന്നത് പാകിസ്ഥാൻ എന്നാണ് പറയുമ്പോഴും അവർ UN അടക്കം പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഭീകരവാദികൾക്ക് പിന്തുണ നൽകാനോ അവരെ സഹായിക്കാനോ പോകുന്നില്ല. ആ രീതിയിലായിരുന്നു അവരുടെ പ്രസ്താവന ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ ഭീകരവാദികളും കൊല്ലപ്പെടുന്നത് പാകിസ്ഥാനിലാണ് അല്ലേ? അതെ, തലയ്ക്ക് വില പറഞ്ഞ വളരെ വ്യക്തമാണ്. ഇന്ത്യ മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന ഭീകരന്മാർ ഈ അഫ്ഗാനിസ്ഥാനിലെയും താലിബാനിലേക്ക് ഉൾപ്പെടെയുള്ള IS ഉൾപ്പെടെയുള്ള പലരും പാകിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു. ഏറ്റവും ഒടുവിലായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ നമുക്ക് ഇവർ കൊല്ലപ്പെടുന്നത് മാത്രമല്ല വാർത്ത. പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപവും ഈ ആരോപണവും ഇന്ത്യയാണ് ഈ അജ്ഞാതനെ അയച്ചിരിക്കുന്നത്, ഞങ്ങളുടെ ആൾക്കാരെ കൊല്ലുന്നു. ഏറ്റവും അവസാനം ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ടാണ് അവിടെ ട്രെയിൻ റാഞ്ചി ഉണ്ടാകുന്നു. അവിടെ പാകിസ്ഥാൻ പട്ടാളം ചിതറി മരിക്കുകയാണ്. തുടർച്ചയായി തന്നെ 100ഉം 200ഉം കണക്കിന് പട്ടാളക്കാർ മരിക്കുന്നു. ഇതിന് പിന്നിലെല്ലാം ഇന്ത്യയാണെന്ന ആരോപണം ഒരു ഭാഗത്ത് കടുപ്പിക്കുമ്പോഴാണ് ഒരു ഭാഗത്തുകൂടി അജ്ഞാതന്റെ ആക്രമണം നടക്കുന്നത്. പാകിസ്ഥാൻ അത് ഇപ്പോൾ പറഞ്ഞതുപോലെ ബലൂചിസ്ഥാനിൽ മാത്രമല്ല, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ, ഗിൽജിത്തിൽ അവിടെയൊക്കെ വലിയ തോതിൽ ജനങ്ങൾ പാക് ഗവൺമെൻറ്റിനെതിരെ, പാക് ഭരണകൂടത്തിനെതിരെ അതിശക്തമായി പ്രതിഷേധമുയർത്തി പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഇത് നേരിടുന്നതിൽ പാകിസ്ഥാൻ വലിയ പരാജയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പാക് സൈന്യത്തിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ബലൂചിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചിക്കൊണ്ടുപോയവർ, നമ്മളെല്ലാവരും വിമാനം റാഞ്ചുന്നത് കേട്ടിട്ടുണ്ട്, ഇതൊരു ട്രെയിൻ തന്നെ റാഞ്ചിക്കൊണ്ടുപോയി അതിലെ യാത്രക്കാരെ മുഴുവനും ബന്ദികളാക്കി വെച്ച് പാകിസ്ഥാനോട് വിലപേശുകയാണ്. ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ എന്നാണ് അവരെ പറയുന്നത്. അത് അവരുടെ രാജ്യത്തിൻ്റെ കാര്യമാണ്. നമുക്കതിനകത്ത് ഏത് രാജ്യത്തെ ഭരണവ്യവസ്ഥയാണോ അല്ലെങ്കിൽ ഭരണഘടനയാണോ അവിടുത്തെ പൗരന്മാർ പിന്തുടരേണ്ടത് അവർ പിന്തുടരണം. സമാധാനപൂർവ്വം പ്രക്ഷോഭം നടത്താം. അക്രമത്തിൻ്റെ മാർഗം എല്ലായ്പ്പോഴും ആപത്താണ്. എന്തായാലും ഇരിക്കട്ടെ, അവിടെ ഇതൊക്കെ സംഭവിച്ചു. ഇപ്പോൾ ഈ ബലൂചിസ്ഥാനിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാൻ UN പോലും പറഞ്ഞത്. പക്ഷേ അതിന് ചുട്ട മറുപടി ഇന്ത്യൻ പ്രതിനിധി കൊടുത്തു. ആ മറുപടിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഭീകരതയുടെ ഹബ്ബാണ്. ഭീകരത ലോകത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്, കയറ്റുമതി ചെയ്യുന്നത് പാകിസ്ഥാനാണ്. ഈ ലോകം മുഴുവനും, യൂറോപ്പ് മുഴുവനും, അമേരിക്ക മുഴുവനും ഈ ഭീകരതയുടെ അശാന്തി, ആ ഭീകരതയുടെ വിത്ത് വിതച്ചത് പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യൻ പ്രതിനിധി തെളിവ് സഹിതമാണ് പറയുന്നത്. ഈ പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് വെറും ആരോപണങ്ങളാണ്. പാകിസ്ഥാൻ്റെ കൈവശം യാതൊരു തെളിവുകളുമില്ല. ഇന്ത്യക്കെതിരെ കാടടച്ച് ഉണ്ടയില്ല വെടിവെക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തിരിച്ച് ഇന്ത്യ UN അടക്കം വ്യക്തമായ തെളിവുകൾ ലഷ്കർ ഇ തോയ്ബയുമായും ജെയ്ഷെ മുഹമ്മദുമായും ഒക്കെ ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും ഹാജരാക്കിയാണ് ഇന്ത്യ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് വായടച്ചു വെച്ച് അവിടെ തലയും കുനിച്ച് മിണ്ടാതിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. എന്തായാലും ബലൂചിസ്ഥാന് അതോടൊപ്പം തന്നെ നാം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ അറിയാലേ, ഹമാസിന്റെ ആരാധകരുണ്ട്. ഈ ഹമാസിന്റെ നേതാക്കൾ മരണപ്പെടുമ്പോൾ ഈ വിഷമിച്ച് മയ്യത്ത് നിസ്കാരമെല്ലാം നടത്തുന്നവർ കുറേ ആരാധക ടീമുണ്ടല്ലോ. അവരെല്ലാം ആരോപിക്കുന്നത് ഈ ബലൂചിസ്ഥാനിൽ ഇന്ത്യയുടെ ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്, ഇന്ത്യ ഡീപ്പ് സ്റ്റേറ്റ് വെച്ചാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, ആ രാജ്യത്തെ തകർക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് ഈ കേരളത്തിൽ നിന്നും മലയാളത്തിൽ പറയുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് കൊടുക്കാനുള്ള മറുപടി, അത് ഇന്ത്യയുടെ ഡീപ്പ് സ്റ്റേറ്റ് ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ കഴിവാണ്, അത് ഇന്ത്യയുടെ സ്വകാര്യമായ അഹങ്കാരമാണ്. നീയൊക്കെ വിചാരിച്ചാൽ തകർക്കാൻ പറ്റുമെങ്കിൽ തകർക്കും, ഒന്ന് നോക്കട്ടെ. നിൻ്റെ ഈ പാക് വിശുദ്ധന്മാരുണ്ടല്ലോ, അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതിനെതിരെ? എല്ലാ രാജ്യങ്ങൾക്കും ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്.
എല്ലാ രാജ്യങ്ങളുടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട്, സൈന്യവുമായി ബന്ധപ്പെട്ട്, ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഡീപ് സ്റ്റേറ്റുകളുണ്ട്. അത്തരം ഡീപ് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ഈ പറയുന്നത് പോലെ രാജ്യസുരക്ഷയാണ്. അപ്പോൾ മറ്റ് അയൽ രാജ്യങ്ങളാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളാകട്ടെ നമ്മളെ ആക്രമിക്കാതിരിക്കാനും നമ്മളെ ഉപദ്രവിക്കാതിരിക്കാനും നമ്മുടെ സുരക്ഷയിൽ കൈകടത്താതിരിക്കാനും അതേസമയം ഇവരെല്ലാം ആഗ്രഹിക്കുന്ന പണ്ട് മുൻപേ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മുടെ 200-300 കണക്കിലെ സാധാരണക്കാർ വെടിയേറ്റ് മരിക്കുമ്പോഴും സമാധാനവും പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പ്രധാനമന്ത്രിയെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നിപ്പോൾ വ്യത്യസ്തമായ ആക്രമണം ഉണ്ടാകും മുമ്പ് തന്നെ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് കീഴിലാണല്ലോ ഇന്ത്യ. അത് തീർച്ചയായിട്ടും അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ തന്നെ അറിയാറുണ്ട്, ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ, കാശ്മീർ അതിർത്തിയിലൊക്കെ വെടിനിർത്തൽ ലംഘിക്കും. പണ്ട് സ്ഥിരം വാർത്തയാണ്, എന്നും പത്രം എടുത്താൽ വെടിനിർത്തൽ ലംഘിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് കാണാം. ഇന്നിപ്പോൾ അങ്ങനൊരു വാർത്തയില്ല. കാരണം അന്ന് ഈ പാകിസ്ഥാൻ ഇങ്ങോട്ട് വെടിവെച്ചാൽ തിരിച്ചങ്ങോട്ട് വെടിവെക്കണമെങ്കിൽ അവിടെ നിന്ന് സൈനികന് ആ സൈനിക ഇതിൻ്റെ ചുമതലയുള്ള കമാൻഡർക്ക് ഡൽഹിയിൽ വിളിച്ച് ചോദിക്കണം. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ ഭരണകൂടം ആ സൈനിക കമാൻഡർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇങ്ങോട്ട് ഒരു വെടിയുണ്ട വന്നാൽ തിരിച്ചങ്ങോട്ട് 2 എണ്ണം പായിച്ചോളൂ എന്ന്. ഇതാണ് വ്യത്യാസം. ആ വ്യത്യാസം ഇന്ന് നമ്മുടെ സൈനികർക്ക് ആത്മവിശ്വാസം നൽകിയിരിക്കുന്നു. അവർ കനത്ത തിരിച്ചടി നൽകുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ വെടിനിർത്തൽ തുടർച്ചയായിട്ട് ലംഘിക്കാതിരിക്കുന്നത്. നോക്കൂ, ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 1000 നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെങ്കിലും നമ്മൾ പരാജയപ്പെടുത്തുന്നുണ്ട്. കാശ്മീരിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ പല അതിർത്തികളിലൂടെയും നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തുന്നു. അതുപോലെ നമ്മുടെ ഈ സമുദ്ര അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹങ്ങളിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നു. അതെല്ലാം കനത്ത തോതിൽ മയക്കുമരുന്ന് നമ്മുടെ രാജ്യത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം നമ്മൾ പരാജയപ്പെടുത്തുകയാണ്. 1000 ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ 1-2 ആണ് ഒരു പക്ഷേ വിജയിക്കുന്നത്. ബാക്കി 998 എണ്ണത്തിനെയും പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നു. ഈ 2 സ്ഥലത്ത് വിജയിച്ചാൽ തന്നെ അത് ഭാഗികമാണ്. വളരെ പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തി അമർച്ച ചെയ്യാൻ. നാം അജ്ഞാതനിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഈ അജ്ഞാതന്റെ പുറകെ ആദ്യം ഓടിയത് ഈ ട്രൂഡോ ആയിരുന്നു, കാനഡയുടെ. ഇപ്പോൾ പാകിസ്ഥാനും തുടങ്ങിയിട്ടുണ്ട്. വല്ല നടക്കുമോ? ട്രൂഡോയുടെ അതേ ഭാഷയാണ് പാകിസ്ഥാനും, അതേ ഭാഷയിലാണ് പാകിസ്ഥാനും സംസാരിക്കുന്നത്. ട്രൂഡോയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാമല്ലോ, അത് തന്നെ പാകിസ്ഥാനും സംഭവിക്കും. ട്രൂഡോ നാണം കെട്ട് രാജിവെച്ച് കണ്ടം വഴി ഓടിത്തള്ളി. അതുപോലെ പാകിസ്ഥാനും പാക് ഭരണാധികാരികളും ഈ ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിരുത്തരവാദപരമായ, ഉണ്ടയില്ലാ വെടി പൊട്ടിക്കുന്ന, കാമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ ഭരണാധികാരികൾ അവർ നാണം കെട്ട് ഈ ഒരു തെളിവും ഹാജരാക്കാനില്ലാതെ ഇന്ത്യക്കെതിരെ വെറുതെ നാവിട്ടലച്ചുകൊണ്ട് ഈ പറയുന്നതിൽ നിന്നെല്ലാം അവസാനം പിൻവലിഞ്ഞ് ഏതെങ്കിലും വഴിക്ക് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഒരു കാര്യം സത്യമാണ്, അജ്ഞാതൻ എവിടെ നിന്നുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിനോട് നമുക്ക് കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു കയ്യടി കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന കൊടും ഭീകരന്മാരെയാണ് വെറും ഏതാനും ബുള്ളറ്റുകൾ കൊണ്ട്, 1, 2, 3 ബുള്ളറ്റുകൾ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം നമുക്കറിയാം, ഈ താലിബാന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു താലിബാനെ ട്രെയിൻ ചെയ്ത, പരിശീലിപ്പിച്ച, താലിബാന്റെ സിദ്ധാന്തം ഉണ്ടാക്കിയ ആളിൻ്റെ മകൻ പാകിസ്ഥാനിൽ പക്തൂൺ പ്രവിശ്യയിൽ വീട്ടിൽ, ആ ആളിൻ്റെ വീട്ടിൽ കയറി മോട്ടോർ ബൈക്കിൽ വന്ന 2 പേർ ആ വീട്ടിലേക്ക് കയറി അയാളെ വെടിവെച്ച് കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അജ്ഞാതനാണ്, ആർക്കും അറിയില്ല. ഈ വന്നത് ആരാണെന്നോ ആ ബൈക്ക് കണ്ടുപിടിക്കാൻ പോലും പാകിസ്ഥാന് സാധിച്ചിട്ടില്ല, പാകിസ്ഥാനിലെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല. എന്തായാലും ഈ പറയുന്നത് പണ്ട് ഇന്ത്യക്കെതിരെ ഭീകരവാദം വളർത്തിയ രാജ്യം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. അതെ, വെന വിതച്ചവൻ വെന തന്നെ കൊയ്യും. അതൊരു ശാശ്വതമായ പ്രകൃതി നിയമമാണ്. അതിൽ നിന്ന് ആർക്കും, നാളെ നമ്മളാണിത് ചെയ്യുന്നത്, നമ്മൾ ചുമ്മാ ഇരിക്കുന്ന അപ്പുറത്ത് പോയി അയൽ രാജ്യത്ത് പോയി നമ്മളൊരു വെന ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും? നമുക്കത് തിരിച്ചടിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് ദോഷമായിട്ടേ ഭവിക്കുകയുള്ളൂ. നമ്മൾ എല്ലാവരുടെയും സൗഹൃദമായിട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം എന്താ ചെയ്തത്? 2014 അയൽ രാജ്യങ്ങളിലെ മുഴുവൻ ഭരണാധികാരികളെയും വിളിച്ചു, വരൂ, സത്യപ്രതിജ്ഞാ ചടങ്ങാണ്, എല്ലാവർക്കും പങ്കെടുക്കാം, നമുക്ക് ഒരുമിച്ച് പോകാം, നമുക്കൊരു ശക്തമായൊരു ഏഷ്യ നമുക്ക് കെട്ടിപ്പടുക്കാം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അത് പാകിസ്ഥാനിലാകട്ടെ, ചൈനയാകട്ടെ, ബർമ്മയാകട്ടെ, ശ്രീലങ്കയാകട്ടെ, ബംഗ്ലാദേശ് ആകട്ടെ, എല്ലാവരെയും ക്ഷണിച്ചു. എന്നിട്ട് അദ്ദേഹം നേരിട്ട് ഒരു തവണ ഇസ്ലാമാബാദിൽ പോവുകയും ചെയ്തു. വളരെ പെട്ടെന്ന്
അന്നത്തെ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം വളരെ പെട്ടെന്ന് അവിടെ ചെല്ലുകയും അതിൽ പങ്കെടുക്കുകയും സൗഹൃദത്തിൻ്റെ കരങ്ങൾ നീട്ടുകയും ചെയ്തു. പക്ഷെ പാകിസ്ഥാൻ എന്താണ് ചെയ്തത്? നമുക്കറിയാം. ഉറിയും പുൽവാമയും ഒക്കെ എന്താണ് നമ്മളോട് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. പത്താൻകോട്ടിൽ നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിനൊക്കെ അപ്പോൾ തന്നെ കനത്ത തിരിച്ചടി മറുപടി നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഇന്ത്യ. ഇന്ന് ഇത്രയും ശക്തമായി ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് കുതിക്കാൻ ഇന്ത്യ നിൽക്കുന്നു. അത് താമസിയാതെ 2028 അത് സാധിക്കുമെന്ന് പറയുന്നത് നമ്മളല്ല, അമേരിക്കയിലെ മോർഗൻ സ്റ്റാൻലിയാണ്. ഏറ്റവും വലിയ സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന, വലിയ ആൾക്കാർക്ക് ഗവേഷണം ചെയ്യാൻ, പണ്ഡിതന്മാർക്ക് ഗവേഷണം ചെയ്യാൻ സൗകര്യമൊരുക്കി കൊടുക്കുന്ന മോർഗൻ സ്റ്റാൻലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് പറയുന്നത് 2028 ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നു. അതിന് കാരണം നമ്മുടെ സൈന്യവും കൂടിയാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും പാകിസ്ഥാൻ്റെ ഈ നിരുത്തരവാദപരമായ പ്രസ്താവനകളൊന്നും തന്നെ ഒരു തെളിവും ഇല്ലാതെ കെട്ടടങ്ങി പോകുന്നു. ആ കാഴ്ചയും ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇന്ത്യ തെളിവുകൾ നിരത്തി കൃത്യമായിട്ട് തങ്ങൾക്ക് നേരെ വരുന്ന ഉപദ്രവങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുമുണ്ട്. ഇതാണ് ഇന്ന് ലോകം കാണുന്ന കാഴ്ച.